സുഹൃത്തുക്കളെ, എത്രയോ മാനസിക വൈകൃതമുള്ള ഞരമ്പന്മാരം നമ്മളെ അനുഭവത്തിൽ നമ്മുടെ അനിയത്തിമാരോ സഹോദരന്മാരോ നമ്മുടെ ഫ്രണ്ട്സോ ഒക്കെ പറയാറില്ല. ഇതുപോലെ ബസ്സിലും ട്രെയിനിലും കയറുമ്പോൾ അവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ക്രൗഡിനിടയിൽ പോകുമ്പോൾ അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. തൊടുക, പിച്ചുക, മാന്തുക, പിന്നെ കൂടിയ പല പ്രവർത്തികളും ചെയ്യുക. ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പണ്ട് മുതലേ കണ്ടുവരുന്നത് കലാസമ്പ്രദായമാണ്. ശരിക്കും ഇതൊരു മാനസിക വൈകല്യമാണ്, മാനസിക വൈകൃതമാണ്. ഇങ്ങനെയുള്ള ബിഹേവിയർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ റെഗുലേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സമൂഹം നിങ്ങളെ പിടിച്ച് റെഗുലേറ്റ് ചെയ്യും. കൊച്ചുങ്ങളോട് തോന്നുന്ന വൈകല്യങ്ങൾ, ചില പ്രായം കൂടിയ വ്യക്തികളോട് തന്നെ, ഒരുപാട് പ്രായം മുതിർന്ന ആൾക്കാരോട് തോന്നുന്ന വൈകല്യങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ആ തോന്നലെല്ലാം നിങ്ങൾ കുറയ്ക്കുക, റെഗുലേറ്റ് ചെയ്യുക. സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരായതുകൊണ്ട്, നിങ്ങളുടെ ബ്രെയിൻ അത്രയും ഡെവലപ്പായ ഒരു സാധനമായതുകൊണ്ട് തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിച്ച് നിങ്ങൾ അതിനെ അങ്ങ് കുറച്ച് അങ്ങ് അടക്കി വെക്കുക. അതിന് നിങ്ങൾ പുറത്തോട്ടെടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഞരമ്പെന്ന് വിളിക്കുകയും മാനസികമായി കാണുന്നവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും ശാരീരികമായി നിങ്ങൾ ഉപദ്രവിക്കുകയും ചെയ്യപ്പെടും. ഈ ഉപദ്രവം നിങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറുമായിരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ ഇത് ഒരു തരത്തിൽ വീട്ടിനകത്ത് ഇങ്ങനെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, ചികിത്സ തേടേണ്ട സാഹചര്യമാണെങ്കിൽ നിങ്ങൾ പോയി ചികിത്സ തേടുക, കൗൺസിലിംഗ് എടുക്കുക, അതിനങ്ങ് കുറയ്ക്കുക. അതാണ് ശരിയായ ഒരു രീതി. അല്ലാത്ത പക്ഷം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ചെവിട്ടടച്ച് തിരിയും. പല സ്ത്രീകളും ഇങ്ങനെയുള്ള അനുഭവങ്ങളും ദുരനുഭവങ്ങളും നേരിടുമ്പോൾ പോലും മിണ്ടാതിരിക്കും. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് പ്രതികരിക്കണം. നല്ല പ്രതികരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കുക, പോലീസിൻ്റെ അടുത്ത് പറയുക, തക്കതായ ശിക്ഷ നടപടി ഇവർക്ക് എടുക്കുക. പക്ഷേ അതുകൊണ്ടൊന്നും ഉപയോഗമുണ്ടാകുമെന്ന് വെച്ചാൽ നാളെ അവർ വേറെ സ്ഥലത്ത് പോയി ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരൊരിക്കലും അത് നിർത്താൻ നമ്മൾ പേടി എന്നൊരു കാരണം കൊണ്ട് മാത്രം അവർ നിർത്തില്ല. പേടിയല്ല, പേടിയേക്കാളും വലിയ ഒരു പ്രശ്നമാണ് അവർക്കുണ്ടാകുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻ. അപ്പം അങ്ങനെയുള്ളൊരു മാനസിക വൈകൃതം വലിയ ഒരു പ്രശ്നമാണ്. അത് പേടി കൊണ്ട് മാത്രം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ചികിത്സയും കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരും. പ്രതികരിക്കേണ്ട ആവശ്യമുള്ളൊരു സാധനമാണിത്. ആരും വെച്ച് മിണ്ടാതിരിക്കരുത്. കാരണം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത് റിവീൽ ചെയ്തിട്ടുള്ള ആൾക്കാർ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങളെ സ്ത്രീകൾ ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരിക്കുക.